കോഴിക്കോട് പുതിയ ബസ് സ്റ്റാൻഡിലെ തീപിടുത്തം 5-ാം മണിക്കൂറിലേക്ക് കടക്കുമ്പോഴും തീ പൂർണ്ണമായും അണയ്ക്കാൻ കഴിഞ്ഞിട്ടില്ല. ബസ് സ്റ്റാൻഡ് കോംപ്ലക്സിലെ തുണിക്കടയിൽ നിന്നാണ് ഇന്ന് വൈകുന്നേരം 4:50 തീ പടർന്നത്. ബസ് സ്റ്റാൻഡിൽ നിന്നും കടകളിൽ നിന്നും ജനങ്ങളെ ഒഴിപ്പിച്ചതുകൊണ്ട് വലിയ അപായം ഉണ്ടായില്ല എന്നത് ഏറ്റവും ആശ്വാസകരമായ കാര്യമാണ്. കോഴിക്കോട് നഗരത്തിൽ ഇപ്പോൾ വൻ ഗതാഗതക്കുരുവ് ഇപ്പോഴും അനുഭവപ്പെടുന്നു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. സമീപ ജില്ലകളിൽ നിന്നുള്ള ഫയർഫോഴ്സ് യൂണിറ്റുകളും കരിപ്പൂർ വിമാനത്താവളത്തിൽ നിന്ന് വന്ന ഫയർ പാന്തറും തീ അണയ്ക്കാൻ എത്തിച്ചു. അതുകൊണ്ട് വളരെ ആശ്വാസകരമായ കാര്യമാണ്. നമുക്കൊപ്പം ദീപക് തർമ്മം ചേരും, അതുപോലെ ഷഹദ് റഹ്മാനും ചേരുന്നുണ്ട്, അതേപോലെ ടി കെ റിജിത്തും കെ ആർ ഗോപികൃഷ്ണനും എനിക്കൊപ്പമുണ്ട്. കോഴിക്കോട് ഷഹദ് റഹ്മാൻ, കോഴിക്കോട്ടെ ഈ തീയുടെ കാര്യം അതായത് നിയന്ത്രണ വിധേയമായി തുടങ്ങി എന്നാണ് നമുക്ക് മനസ്സിലാക്കേണ്ടത്. കാര്യം തീജ്വാലകൾ പടരുന്നതിന് ശമനമുണ്ടായി എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അഞ്ചാം മണിക്കൂർ പിന്നിട്ട് 6-ാം മണിക്കൂറിലേക്ക് കയറാൻ പോവുകയാണ് ഈ ദൗത്യം. ആ ഘട്ടത്തിൽ നമുക്ക് ഈ 5-ാം മണിക്കൂർ അവസാനിക്കുന്ന ഘട്ടത്തിൽ നമുക്ക് പറയാൻ സാധിക്കുക കുറച്ച് ആശ്വാസകരമായിട്ടുള്ള വാർത്തകളാണ് എന്നുള്ളതാണ്. കാരണം കഴിഞ്ഞ കുറെ അധികം മണിക്കൂറുകളായി, കഴിഞ്ഞ 5 മണിക്കൂറായിട്ട് നമുക്ക് ആശങ്കപ്പെടുത്തുന്ന, ഭീതിപ്പെടുത്തുന്ന കാഴ്ചകളും വാർത്തകളുമാണ് ഇവിടെ നിന്നും റിപ്പോർട്ട് ചെയ്യാൻ ഉണ്ടായിരുന്നത്. എങ്കിൽ നിലവിലിപ്പോൾ ചെറിയ രീതിയിലെങ്കിലും ആശ്വാസകരമായിട്ടുള്ള കാഴ്ചകളാണ് നമുക്ക് ഇവിടെ നിന്നും റിപ്പോർട്ട് ചെയ്യാനുള്ളത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. കാരണം കഴിഞ്ഞ 5 മണിക്കൂറായിട്ട് തുടർച്ചയായിട്ട് ഫയർ ഉദ്യോഗസ്ഥർ ശ്രമിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു ഈ കെട്ടിടത്തിനകത്തേക്ക് പ്രവേശിക്കുവാൻ വേണ്ടി. ഏറ്റവും ഒടുവിൽ അത് സാധ്യമായിരിക്കുന്നു എന്ന് വേണം നമുക്ക് ഈ ഒരു ഘട്ടത്തിൽ പറയാൻ. കാരണം 2 ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥർ ഇപ്പോൾ ഈ കെട്ടിടത്തിനകത്തേക്ക് പ്രവേശിച്ചിരിക്കുന്നു എന്നുള്ളതാണ് ഏറെ ആശ്വാസകരമായിട്ടുള്ള കാര്യം. അതുകൊണ്ട് തന്നെ ഇനി ഒരുപക്ഷെ ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥർക്ക് കുറെ കൂടി കാര്യങ്ങൾ എളുപ്പമാകും. കാരണം ഈ തീയുടെ ഉത്ഭവം എവിടെ നിന്നാണ് പടർന്നു പിടിക്കുന്നത് എന്നതടക്കമുള്ള കാര്യങ്ങളിൽ കുറെ കൂടി വ്യക്തത ഉദ്യോഗസ്ഥർക്ക് കൈവരും എന്നുള്ളതാണ് നമുക്ക് ഈ ഒരു ഘട്ടത്തിൽ ഉദ്യോഗസ്ഥരുമായി സംസാരിക്കുമ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. കാരണം കഴിഞ്ഞ കുറെ അധികം മണിക്കൂറുകളായിട്ട് പുറത്തു നിന്ന് നമ്മൾ തീ അണയ്ക്കാനുള്ള ശ്രമമാണ് നടത്തിക്കൊണ്ടിരുന്നത്. അത് വലിയൊരളവിൽ ഇപ്പോൾ വിജയിക്കുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇനി ഇതിന്റെ അകത്ത് പ്രവേശിക്കുമ്പോൾ എന്തൊക്കെയാണ് അതിനകത്തുള്ളത്, ഏതെല്ലാം തരത്തിലുള്ള അപകട സാധ്യതകളാണ് ഉള്ളത്, ഇനി എങ്ങനെ ഈ തീ അണയ്ക്കാൻ സാധിക്കും എന്നതടക്കമുള്ള കാര്യങ്ങളിൽ കുറെ കൂടി വ്യക്തത കൈവരും. അതുകൊണ്ട് തന്നെ നിലവിൽ ഇപ്പോൾ ഏറെ ആശ്വാസകരമായിട്ടുള്ള കാഴ്ചയാണ് നമുക്ക് ഇവിടെ നിന്നും കാണാൻ സാധിക്കുന്നത്. അതിനൊക്കെ അപ്പുറത്ത് കഴിഞ്ഞ മണിക്കൂറുകളിൽ പല ഘട്ടങ്ങളിലായിട്ട് തീ അണയ്ക്കുകയും പിന്നീട് ആ തീ കത്തുകയും ചെയ്യുന്ന ഒരു സാഹചര്യമായിരുന്നു ഉണ്ടായിരുന്നത്. എന്നാൽ നിലവിൽ ഇപ്പോൾ ഈ തീ അണച്ച ഭാഗത്ത് അതായത് പൂർണ്ണമായിട്ടും അണഞ്ഞു തന്നെ കിടക്കുകയാണ്. ഇതിന്റെ മധ്യഭാഗത്ത് മാത്രമാണ് നിലവിൽ ഇപ്പോൾ തീ ആളിപ്പടരുന്നത്. പക്ഷേ അതും അല്പസമയത്തിനകം നിയന്ത്രണ വിധേയമാക്കാനാകും എന്നുള്ളതാണ് ഇപ്പോൾ നമ്മൾ ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥരുമായി സംസാരിക്കുന്ന ഘട്ടത്തിൽ മനസ്സിലാക്കാൻ സാധിച്ചിട്ടുള്ളത്. അതിന്റെ 2-ാം ഘട്ടം എന്ന നിലയ്ക്കാണ് ഇപ്പോൾ ഈ ഉദ്യോഗസ്ഥർ ഏറെ പരിശ്രമിച്ച് ഏറെ ശ്രമത്തിനൊടുവിൽ ഇപ്പോൾ ഇതിന്റെ അകത്തേക്ക് പ്രവേശിച്ചിരിക്കുന്നത് എന്നുള്ളതാണ് നമ്മൾ എടുത്തു പറയണം. 4:50 തുടങ്ങിയ ദൗത്യമാണ് ഇപ്പോൾ 10 മണിയോട് അടുക്കുന്നു. ആ ഘട്ടത്തിൽ ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥർ, പോലീസ്, ജനപ്രതിനിധികൾ, അതുപോലെ തന്നെ വിവിധ സന്നദ്ധ സംഘടനാ പ്രവർത്തകർ ഒക്കെ തന്നെ കനിഞ്ഞു ശ്രമിക്കുകയായിരുന്നു ഈ തീ അണയ്ക്കുവാനായിട്ട്. എന്നാൽ ആ ശ്രമം ഏറ്റവും ഒടുവിൽ ഇപ്പോൾ പകുതിയെങ്കിലും ആശ്വാസ തീരത്തേക്ക് അടുക്കുന്നു എന്ന് വേണം, അതായത് പകുതിയെങ്കിലും നമ്മൾ ആ തീ അണച്ചു എന്ന് വേണം നമുക്ക് ഈ ഒരു ഘട്ടത്തിൽ പറയാൻ. ഇനി ഞാൻ നിൽക്കുന്ന ഈ മധ്യഭാഗത്ത് മാത്രമാണ് ഇപ്പോൾ തീയുള്ളത്. ആ തീ കൂടി അണച്ചു കഴിഞ്ഞാൽ പൂർണ്ണമായിട്ടും ഈ തീ അണച്ചു, അല്ലെങ്കിൽ താൽക്കാലികമായെങ്കിലും ഈ തീ അണച്ചു എന്ന് നമുക്ക് ഈ ഒരു ഘട്ടത്തിൽ പറയാൻ സാധിക്കും എന്നുള്ളതാണ്. ഇപ്പോൾ ജില്ലയുടെയും അതുപോലെ തന്നെ പുറം ജില്ലകളിൽ നിന്നും, പ്രത്യേകിച്ച് മലപ്പുറം, വയനാട് ഉൾപ്പെടെയുള്ള ജില്ലകളിൽ നിന്നും ഫയർ യൂണിറ്റുകൾ എത്തിയിട്ടുണ്ട്. നമ്മൾ പോലീസ് ഉദ്യോഗസ്ഥരുമായി സംസാരിച്ച ഘട്ടത്തിൽ ഏകദേശം 30 ഫയർ യൂണിറ്റുകളാണ് നിലവിൽ ഇപ്പോൾ ഇവിടെ ഉള്ളത്, ക്യാമ്പ് ചെയ്യുന്നത് എന്നുള്ളതാണ്. ആ 30 ഫയർ യൂണിറ്റുകളാണ് കഴിഞ്ഞ കുറെ അധികം മണിക്കൂറുകളായിട്ട് ഇത്തരത്തിൽ പരിശ്രമം തുടരുന്നത്. ഇപ്പോൾ ഈ KSRTCയുടെ ഈ പുതിയ ബസ് സ്റ്റാൻഡിന്റെ ഉൾവശത്ത് തന്നെയുള്ള ആ ഒരു 5 നില കെട്ടിടം, ആ കെട്ടിടത്തിൽ നിന്ന് ഉൾപ്പെടെ ഇപ്പോൾ ഈ വെള്ളം ഉപയോഗിച്ചുകൊണ്ട് തീ അണയ്ക്കാനുള്ള ശ്രമം നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. കഴിഞ്ഞ മണിക്കൂറുകളിൽ ആ കെട്ടിടത്തിലേക്ക് പ്രവേശിക്കാനോ അല്ലെങ്കിൽ ആ കെട്ടിടത്തിൽ നിന്ന് ഇത്തരത്തിൽ വെള്ളം ഉപയോഗിച്ച് ഈ തീ അണയ്ക്കാനോ ഒന്നും കഴിഞ്ഞിട്ടുണ്ടായിരുന്നില്ല. ഇപ്പോൾ ആ ദൃശ്യങ്ങളും വളരെ വ്യക്തമായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. മാത്രമല്ല, അതായത് 4:50 നമ്മൾ ആദ്യം ഈ വാർത്ത റിപ്പോർട്ട് ചെയ്യുന്ന ഘട്ടത്തിൽ ഇവിടേക്ക് വന്നത് കറുത്ത പുക വലിയ രീതിയിൽ ഉയരുന്നത് കണ്ടുകൊണ്ടാണ് നമ്മൾ ആദ്യഘട്ടത്തിൽ ഇവിടേക്ക് വരുന്നത്. ഇത്തരത്തിൽ തീപിടുത്തമുള്ള വിവരങ്ങളൊന്നും നമ്മൾ ആ ഘട്ടത്തിൽ അറിഞ്ഞിട്ടുണ്ടായിരുന്നില്ല. കാരണം ആ സമയത്ത് ചെറിയ രീതിയിലുള്ള ഒരു അഗ്നി മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷേ നിലവിൽ ഇപ്പോൾ ആകാശം കുറെ കൂടി തെളിഞ്ഞിരിക്കുന്നു. ഇപ്പോൾ പുകപടലങ്ങൾ അല്ലെങ്കിൽ പുക അത് കുറച്ചൊക്കെ ശമിച്ചിരിക്കുന്നു. ഇപ്പോൾ നമുക്ക് മേഘമൊക്കെ കൃത്യമായി കാണാവുന്ന തരത്തിലാണ് ഇപ്പോൾ പുക ഉള്ളത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതുകൊണ്ട് തന്നെ ഈ 6 മണിക്കൂറിലേക്ക് പ്രവേശിക്കുന്ന ഈ ഒരു ദൗത്യം
അത് ഏറെ ആശ്വാസകരമാണ്.